ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 2/6/2025 തിങ്കളാഴ്ച 24,690 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,786 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം നോക്കുമ്പോൾ ഒരു 96 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 340ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ലഭിക്കാവുന്ന ആദ്യത്തെ ടാർഗറ്റുകളാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന മൈനർ റെസിസ്റ്റൻസുകൾ 24,797, 838 എന്നിങ്ങനെയുള്ള ലെവൽ. എന്നാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം വളരെ വേഗം തന്നെ മുകളിലുള്ള 2 മൈനർ റെസിസ്റ്റൻസുകളും ടെസ്റ്റ് ചെയ്തെങ്കിലും ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് അപ്പ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ചെറിയ ടൈം ഫ്രെയിമിൽ ഇത് സെല്ലിംഗ് കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സി അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാവുന്നതായിരുന്നു. അത്തരത്തിൽ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഏതാണോ ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ ലോ എങ്കിലും അതുണ്ടാവും, ആ ലോ ആയിരുന്നിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. എന്നാൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന സപ്പോർട്ട് ആയ 24,677 ആ ലെവൽ വളരെ വ്യക്തമായി വളരെ വേഗതയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റും ലഭിക്കുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തരുന്നതെങ്കിൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകണമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും ഇവിടെ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കൃത്യമായും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടാരെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത അനവധി പേരുണ്ട്. കൃത്യമായി അത് പ്രോഫിറ്റും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു മൂവ് ലഭിച്ചതുകൊണ്ട് തന്നെ വീണ്ടും കിട്ടിയ അപ്പ് മൂവ് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയപ്പോൾ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ടാർഗറ്റായി പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. അത്തരത്തിൽ അതിന് താഴെ വീണ്ടും ക്ലോസിംഗ് ലഭിച്ചപ്പോൾ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ട്രേഡുകൾ പലരും കൃത്യമായും നോക്കി ചെയ്തതിൻ്റെ PNL നമുക്ക് ലഭിച്ചിരുന്നു. അവയിൽ ചിലതൊക്കെ ഞാൻ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ നിന്നും വീണ്ടും ഒരു റൈസ് കിട്ടി സെല്ല് കിട്ടാൻ അല്പം താമസം നേരിട്ടിരുന്നു. ഇവിടെ വളരെയധികം കൺസോളിഡേറ്റ് ചെയ്താണ് മാർക്കറ്റ് പോയത്. ഇന്ന് സെൻസെക്സിൻ്റെ എങ്കിലും കൃത്യമായി വെയിറ്റ് ചെയ്തവർക്ക് ഈ ലെവൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ ഇന്ന് ലഭിച്ച പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കുമെന്ന് പരിശോധിക്കാം. 24,526 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയത്. തൊട്ട് താഴെ 24,501 ഇന്നത്തെ ഡേയ്സ് ലോ മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിലേക്ക് 24,738 എന്ന ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 24,651, 699 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് തീർച്ചയായും 24,651 എന്ന ലെവൽ തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,460 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. ഇവിടെ കാണുന്ന മൈനർ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. 55,000
521 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 454 ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 55,987 എന്ന ലെവലാണ് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ലെവൽ. അതിന് താഴെയായി 818, 915 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡാഷ് നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 818 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാമെന്ന് കണക്കാക്കുന്നു. എന്നാൽ ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് കയറി ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമാണ് തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് 55,386 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. 80,665 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80,569 എന്ന ഇന്നത്തെ ലോ ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 81,425 എന്ന ലെവലാണ് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറിയേക്കാൻ സാധ്യതയുള്ള ലെവൽ എന്നാണ് കണക്കാക്കുന്നത്. അതിന് താഴെ മൈനർ റെസിസ്റ്റൻസുകളായി 81,265, 81,087 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് 81,087 എന്ന ലെവലിൽ മുകളിൽ ഒരു 15 മിനിറ്റിന്റെ ക്ലോസിംഗ് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് 80,468 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ഒരു ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ട്രേഡിംഗിൽ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന കേവലമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ ഗുണകരമാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. പതിവ് പോലെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അവിടെ എൻ്റെ വാട്സാപ്പ് കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാട്സാപ്പ് വോയിസ് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക്